നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ ഒരു പുത്തൻ മാസാരംഭമാണ്. കന്നിമാസം ആരംഭിക്കുകയാണ്. നാളെ 1201 കന്നിമാസം 1-ാം തീയതി, 2025 സെപ്റ്റംബർ 17-ാം തീയതി ബുധവാരം, ബുധനാഴ്ച. നാളെ ബുധനാഴ്ചത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:18, അസ്തമയം വൈകിട്ട് 6:21. നാം തൃശ്ശൂർ സൂര്യോദയവും സൂര്യാസ്തമയവും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പല പ്രേക്ഷകരും ചോദിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും അത് നിങ്ങളുടെ നാളെയിൽ സൂചിപ്പിച്ചിരുന്നു. തൃശ്ശൂർ കേരളത്തിൻ്റെ ഏകദേശം മധ്യം വരുന്ന സ്ഥലമാണ്. തൃശ്ശൂരാണ് കേരളത്തിൻ്റെ മധ്യം. തിരുവനന്തപുരം മുതൽ കാസർഗോഡിൽ എടുക്കുമ്പോൾ തൃശ്ശൂരാണ് മധ്യദേശമായി നാം എടുക്കാറുള്ളത് ജ്യോതിഷം. അതുകൊണ്ടാണ് തൃശ്ശൂർ സൂര്യോദയവും സൂര്യാസ്തമയവും നാം സൂചിപ്പിക്കുന്നത്. നാളത്തെ രാഹുകാലം ബുധനാഴ്ച 12 മുതൽ 1:30 വരെയുള്ള സമയം. ശുഭകാര്യങ്ങൾ നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇനി അങ്ങോട്ടേക്ക് വരുന്ന 5 ദിനങ്ങൾ നമുക്ക് വലിയ മുഹൂർത്തങ്ങളൊന്നും ലഭിക്കുന്ന ദിനങ്ങളല്ല. കാരണം അമാവാസ്യയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ദിനത്തിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അറിയണം. നാളെ ബുധനാഴ്ചയാണെന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ നാളെ കൃഷ്ണപക്ഷ ഏകാദശിയാണ്. കറുത്തപക്ഷത്തിലെ ഏകാദശിയാണ്. ഭഗവാൻ കൃഷ്ണനുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു ഏകാദശി. അതിൽ വൈകുണ്ഠ ഏകാദശി വളരെ വിശിഷ്ടമാണ്. അതിനാൽ നാളത്തെ ദിനം ബുധനാഴ്ച, കൃഷ്ണപക്ഷ ഏകാദശി, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിറയെ ഭക്തരുണ്ടാകാം. പ്രത്യേകിച്ച് മലയാള മാസമാണ്. അപ്രകാരം തന്നെ നിങ്ങൾക്കും നാളെ ശ്രീകൃഷ്ണ ക്ഷേത്രം ദർശിക്കാം. അവിടെ സന്ദർശനം ചെയ്ത് ഭഗവാന് പ്രിയപ്പെട്ട വെണ്ണ നിവേദ്യവും പാൽപ്പായസവും തുളസിമാലയും നിങ്ങൾക്ക് വഴിപാടായി സമർപ്പിക്കാം. നാളെ ഏകാദശി വ്രതം എടുക്കുന്നത് വളരെ ഗുണമാണ്. തലേന്നാൾ തന്നെ ഏകാദശി വ്രതം ആരംഭിക്കും. അതിൻ്റെ തുടർച്ച ഏകാദശി തിഥിയായ ദിവസവും ഉണ്ടാകും. അതിനാൽ കൃഷ്ണ ഭക്തിക്ക് ഏറ്റവും അനുകൂലമായ ദിനമാകുന്നു നാളെ നക്ഷത്രം പൂയം നക്ഷത്രമാണ്. കറുത്തപക്ഷത്തിലെ പൂയമാണ്. പൂയം കറുത്തപക്ഷത്തിൽ എത്തുന്തോറും കൂടുതൽ ദുർബലമാകും ആ നക്ഷത്രം. നാം പലപ്പോഴും ഒരു കുട്ടി ജനിക്കുമ്പോൾ കറുത്തപക്ഷത്തിലെ അമാവാസ്യയിൽ ജനിക്കുകയാണെങ്കിൽ പറയുകയും വേണ്ട. പൂയം നക്ഷത്രത്തിന് കാലുണ്ട്. അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അങ്ങനെ കാലുള്ള ധാരാളം നക്ഷത്രങ്ങളുണ്ട്. അത്തം നക്ഷത്രത്തിന് കാലുണ്ട്, പൂയം നക്ഷത്രത്തിനുണ്ട്. ഇപ്രകാരം നാളെ കറുത്തപക്ഷത്തിലെ ഏകാദശിയിൽ അത്തം നക്ഷത്രമാണ്. അത്ര ഗുണമല്ല. എങ്കിലും അത്തം ഒരു ശുഭനക്ഷത്രമാകയാൽ അത്യാവശ്യം ചില വിഷയങ്ങൾക്കൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നോട്ട് പോകാം. കാരണം പിറ്റേ ദിവസം ആയില്യം നക്ഷത്രമാണ്. ഒരു കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത ദിനമാകുന്നു. നാളത്തെ ദിനത്തിന് മറ്റൊരു പ്രത്യേകത എന്താണ്? ബുധനാഴ്ച നാൽക്കാലികളും ഗർഭിണികളും സ്ത്രീകളും സഞ്ചരിക്കാത്ത നക്ഷത്രമാണ്. അതിനാൽ പരമാവധി യാത്രയ്ക്കൊന്നും അത്ര അനുകൂലമായി നാളത്തെ ദിനം എടുക്കേണ്ട. നാളെ രാവിലെ കൃഷ്ണഭക്തിയിലാകട്ടെ നിങ്ങളുടെ ദിനം. ആ കൃഷ്ണൻ്റെ മഹനീയമായ നാളത്തെ ദിനത്തിൽ കൃഷ്ണനെ പ്രാർത്ഥിച്ച് കൃഷ്ണന് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് വളരെ നാളത്തെ ദിനത്തെ പ്രസാദഭരിതമാക്കുക, അനുകൂലമാക്കി എടുക്കുക. പൂയം ശനീശ്വരൻ ഭരിക്കുന്ന നക്ഷത്രമാണ്. നാളത്തെ ദിനം ഹനുമാൻ സ്വാമിക്ക് നിങ്ങൾക്ക് എന്ത് വഴിപാടും ചെയ്യാം. അല്ലെങ്കിൽ ശനീശ്വരൻ നെയ്വിളക്ക് സമർപ്പിക്കാം. ഹനുമാൻ സ്വാമിക്ക് നെയ്വിളക്ക് സമർപ്പിക്കാം. അവിടെ ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം പുഷ്പാഞ്ജലി സമർപ്പിക്കാം. ഹനുമാൻ സ്വാമിക്കും ശ്രീരാമസ്വാമിക്കും വളരെയധികം വഴിപാടുകൾ ചെയ്ത് അവരുടെ അനുഗ്രഹം വാങ്ങാൻ പറ്റുന്ന ദിനവും കൂടെയാണ്. ഓം ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രം വളരെയധികം നമുക്ക് ഉപകരിക്കും. അപ്രകാരം തന്നെ ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ നാം പ്രാർത്ഥിക്കേണ്ടത് ഓം ഹം ഹനുമതേ നമഃ എന്ന മന്ത്രമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.